കർത്താവിൻ്റെ വലിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഈ മാതൃസഭയിൽ കടന്നു വന്ന് നിങ്ങളേക്ക് കാണുവാനും നിങ്ങളോടൊപ്പം ഒരു ആരാധന പങ്കെടുപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ശേഷിപ്പ് തന്നു ഓർത്ത് കർത്താവ് നന്ദി കരയിട്ടുന്നു. ഇനി ഞാൻ പ്രസംഗിക്കാനൊന്നും ഒരുമിട്ടതല്ല. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് ഇരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അഥവാ സമയം ശേഷിക്കുകയാണെങ്കിൽ ഒരു ചിന്തയും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സെപ്റ്റംബർ മാസം എന്നെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടൊരു മാസമാണ്. ഇന്നേക്ക് 10 വർഷം മുമ്പ് 2006 സെപ്റ്റംബറിലാണ് ഞാൻ ഇവിടെ നിന്ന് വടക്കേണ്ടിയേക്ക് കടന്നു പോകുന്നത്. ദൈവവേലയുള്ള ബന്ധത്തിൽ ഈ പിന്നിട്ട 10 വർഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചിന്തിക്കുകയായിരുന്നു, എത്രയോ അതിശയമായി ദൈവം എന്നെയും ഞാൻ ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രവർത്തനങ്ങളെയും ദൈവം മാനിച്ചു. ദൈവമക്കളെ, ഇന്ന് എന്നോടൊപ്പം 200-ലധികം ദൈവദാസന്മാര് വടക്കേന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിലും കൂടാതെ നേപ്പാളിലും വർക്ക് ചെയ്യുന്നു. ദൈവത്തിന് കരുണ ദൈവവേല ഒത്തിരി വ്യാപിപ്പാൻ തക്കണം കർത്താവ് സഹായിച്ചു. ജനുവരി അവസാനം ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം സെപ്റ്റംബർ ആരംഭ ആഴ്ച വരെ ഞാൻ നോക്കുമ്പോൾ 10 ദൈവദാസന്മാർ, ഫുൾ ടൈം കർത്താവിന് വേല ചെയ്യുന്ന ദൈവദാസന്മാർ ഞങ്ങളോട് പുതുതായിട്ട് ചേരുവാൻ തക്ക ദൈവം അനുവദിച്ചു. ഞങ്ങളുടെ പല സഭകളിലും ദൈവ ആത്മാക്കളെ കൂട്ടം കൂട്ടമായിട്ട് നൽകുന്നു. ഒരു പുതിയ കുഷ്ഠരോഗ കോളനിയിൽ പുതിയൊരു പ്രവർത്തനം ആരംഭിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. കഴിഞ്ഞ ആഗസ്റ്റ് 15-ാം തീയതി ഞാനും അവിടെ കടന്നുപോയി ഒരു മീറ്റിംഗ് നടത്തി. അവിടെ അന്തേവാസികളായ വ്യക്തികൾക്കെല്ലാം അരി വിതരണം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ പിറ്റേ ആഴ്ച മറ്റൊരു കോളനിയിൽ ഞങ്ങൾ സൗജന്യ തയ്യൽ പരിശീലന പരിപാടി ആരംഭിക്കാൻ ദൈവം ഭാഗ്യം തന്നു. ഇതൊക്കെ ഒത്തിരി ആളുകളെ സ്വാധീനിക്കുന്ന പരിപാടിയാണ്. ഈ 200-ലധികം ദേവദാസന്മാർ പ്രവർത്തിക്കുന്നത് കൂടാതെ ഞങ്ങൾക്ക് പലവിധമായ പ്രോജക്റ്റുകളുണ്ട്. സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന പ്രോജക്റ്റുണ്ട്, തയ്യൽ പരിശീലനം കൊടുക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, വിദ്യാഭ്യാസമില്ലാത്ത പ്രായമുള്ളവരെ അഡൽട്ട് ലിറ്ററസി, പ്രായമുള്ളവരെ വിദ്യാഭ്യാസം കൊടുക്കുന്ന പ്രോജക്ട്സുകളുണ്ട്. അവിടെയും 50ഓളം സ്റ്റാഫ് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും രീതിയിൽ കർത്താവ് പ്രവർത്തനങ്ങളെ വിശാലമാക്കി. അതിലുപരി ഈ മാസം ആരംഭത്തിൽ 1-ാം തീയതി സെപ്റ്റംബർ 1-ന് ഞാൻ നേപ്പാളിൽ പോയി. 2-ാം തീയതി അവിടെ ഒരു ബൈബിൾ സ്കൂൾ, ഞങ്ങളുടെ ഒരു ബൈബിൾ സ്കൂൾ ആരംഭിക്കുവാൻ തക്ക ദൈവം ഭാഗ്യം തന്നു. അത് ഇനാഗ്രേറ്റ് ചെയ്യുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. ദൈവമക്കളെ, നമ്മുടെ ആഗ്രഹം ദൈവസ്ഥനിൽ നേരുള്ളതാണെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും. കാരണം ഞാൻ ഗോസ്പൽ ഫോർ ഏഷ്യയിൽ ആത്മീയാത്ര വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും സ്റ്റാഫിന്റെ പ്രെയർ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങുകളിലെല്ലാം നേപ്പാളിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല നേപ്പാളിലെ കർത്താവിന്റെ വേലയ്ക്ക് എനിക്ക് ഒരു പങ്ക് ദൈവം തരുമെന്ന്. ഇന്ന് 40-ലധികം ദൈവദാസന്മാരെ എന്നോടൊപ്പം ചേർന്ന് നേപ്പാൾ പ്രവർത്തിക്കുന്നു. ഒരു ബൈബിൾ സ്കൂൾ, ദീർഘനാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബൈബിൾ സ്കൂൾ അവിടെ ആരംഭിക്കണമെന്നുള്ളത്. അത് ഈ മാസക്കാലം ദൈവം സാധിപ്പിച്ചു തന്നു. ഈ ബൈബിൾ സ്കൂൾ നടത്തുവാൻ ഞങ്ങളെ ഒരു കെട്ടിടം അന്വേഷിച്ചു. അവിടെ 2 വർഷമായിട്ട് നടക്കാതിരുന്ന ഒരു സ്കൂൾ ബിൽഡിംഗ് ഞങ്ങൾക്ക് തുച്ഛമായ വിലയ്ക്ക് റെന്റിന് ഞങ്ങൾക്ക് ലഭിക്കാനിടയായി തീർന്നു. ഇന്ന് 20 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നു. കൂടുതൽ പേര് താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങൾക്കുള്ള പരിമിതി കാരണം 20 പേരിൽ ഞങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഒതുക്കി. അതും ഭംഗിയായിട്ട് നടക്കുന്നു. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ തക്ക ദൈവം എനിക്ക് ഭാഗ്യം തന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നേപ്പാളിൽ പോയപ്പോൾ 1-ാം തീയതി പോയി. കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്ന് 3-3.5 മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ ബൈബിൾ സ്കൂൾ നടക്കുന്ന സ്ഥലത്ത് എത്തേണ്ടതാണ്. എന്നാൽ അന്ന് മലയിടിച്ചിൽ കാരണമായിട്ട് 13 മണിക്കൂർ ഞാൻ ഹൈവേയിൽ കിടക്കേണ്ടതായിട്ട് വന്നു. ഭയങ്കര മഴ. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ദൈവമക്കൾ, നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ മേപ്രായിലെ ഈ കൊച്ചു രാജ്യത്തെ കാര്യം, ഈ കൊച്ചു സ്ഥലത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഇതുമാണ്
ലോകമെന്ന് വിചാരിക്കരുത്. ഇന്ത്യയിൽ പല സ്ഥലത്തും ദൈവം ഉണർവ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു, എത്ര പേര് അതിനകത്ത് രോമാഞ്ചം കൊള്ളുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എത്ര മണി? ഒരു സംഭവം, ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ പോകുന്നതിന് മുമ്പ് ഞാനിവിടെ ദൈവം ശുശ്രൂഷിച്ചപ്പോൾ ഒരു വാക്യം വായിച്ച് നിങ്ങൾ ഓർമ്മ കാണുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. In order to shame the wise, he has selected the foolish. അതായത് ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ബുദ്ധിഹീനരെ, ഭോഷന്മാരെ തെരഞ്ഞെടുത്തു. ഉത്തർപ്രദേശില് ഗോരഖ്പൂറിനോട് ചേർന്ന് സന്ത് കബീർ എന്നറിയപ്പെടുന്ന ഡിസ്ട്രിക്റ്റില് ഒരു ഗ്രാമീണ സ്ത്രീ, അവർക്ക് ഭൂതബാധയുണ്ടായി. അതൊരു പുതിയ കാര്യമല്ല, വടക്കേണ്ടതിൽ അത് നിരന്തരമുള്ള കാര്യമാണ്. ആ സ്ത്രീ ഭൂതശാന്തിക്ക് വേണ്ടി വടക്കേണ്ടതിൽ അറിയപ്പെടുന്ന എല്ലാ മന്ദിരങ്ങളിലും ക്ഷേത്രങ്ങളിലും എല്ലാം പോയി, ഒരു പ്രയോജനം ഉണ്ടായില്ല. അവസാനം ആ സ്ത്രീയുടെ ഭർത്താവ് ഡൽഹിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഡൽഹി ജോലി വലിയ കൂടി ജോലിയൊന്നുമല്ല, ഈ ടൈൽസ് ഒട്ടിക്കുന്ന ജോലി ചെയ്യുന്ന നിസ്സാരമായ കൂലി കിട്ടുന്ന ഒരു ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. അവസാനം ആ സ്ത്രീ ആളുകൾ കൂട്ടി തന്റെ ഭർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവിടെ വെച്ചും പല പൂജാരികളെ സമീപിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. ഒടുക്കം ആ മനുഷ്യൻ, ഈ സ്ത്രീയുടെ ഭർത്താവ് താമസിക്കുന്ന മുറിയുടെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു, ഇവിടെ ഒരു സഭയുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സ്ത്രീയെ അവിടെ കൊണ്ടുപോയി കൂടാ? അവസാനത്തെ ഒരു പ്രയോഗമെന്ന രീതിയിൽ ആ സ്ത്രീയെ ഞങ്ങളുടെ ഒരു സഹോദരൻ, ഞങ്ങളുടെ ഒരു പാസ്റ്റർ വർക്ക് ചെയ്യുന്ന നേതൃത്വം കൊടുക്കുന്ന സഭയിൽ ആ സ്ത്രീയെ കൊണ്ടുവന്നു. അന്ന് ആ സ്ത്രീക്ക് ദൈവം വിടുതൽ അയച്ചു. ഭൂതബാധയിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിച്ചു. വർഷങ്ങളായിട്ട് ഭാരപ്പെട്ടിരുന്ന ആ ഭൂതബന്ധനത്തിൽ നിന്ന് ദൈവം അവർക്ക് അന്ന് വിടുതൽ കൊടുത്തു. ആ സഹോദരി സ്കൂളിന്റെ പടി കണ്ടിട്ടില്ല, എഴുതാനും വായിക്കാനും അറിയത്തില്ല, യാതൊരു പരിഷ്കാരമില്ല. പക്ക എന്ന് പറഞ്ഞാല് ഒരു തീരെ പരിഷ്കാരം മനസ്സിലാക്കാത്ത ഒരു സഹോദരി. രേഖ എന്നാണ് അവരുടെ പേര്. ഈ സഹോദരി മടങ്ങി തന്റെ ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവർക്കൊരു പ്രേരണ, ദൈവം എന്നെ വിടുവിച്ചെങ്കിൽ ഈ സത്യം മറ്റുള്ളവരോട് പറയണം. അവർ ആ സത്യം മറ്റുള്ള ഗ്രാമീണരോട് അവരുടെ ഭാഷയിൽ പറയാൻ ആരംഭിച്ചു. അത് കേട്ട് ഇതേ പ്രശ്നത്തിൽ കഴിയുന്ന പലര് ഈ സഹോദരിയുടെ അടുത്ത് വന്നു. ഈ സഹോദരി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവരെക്കെല്ലാം ഉപയോഗിക്കാൻ ആരംഭിച്ചു. അവർ പ്രാർത്ഥിച്ച വ്യക്തികൾക്കെല്ലാം ദൈവം വിടുതൽ അയച്ചു. ഞാൻ ഇന്ന് ചുരുക്കമായി നിങ്ങളോട് പറയട്ടെ, ഇന്ന് ആ സഹോദരി രേഖയുടെ പ്രവർത്തനം കാരണമായിട്ട് 4 ഗ്രാമങ്ങളിൽ 75 പേര് വീതം കൂടുന്ന 4 സഭകൾ ഉടലായി. ദൈവമക്കളെ, വലിയ റവറന്റുമാര്, ബിഡിയും BTH കുന്തം കുടച്ചക്രം എല്ലാം ഉള്ള ഉപദേശന്മാര് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് സ്കൂളിന്റെ പടി കാണാത്ത കേവലം ഒരു സാധു സ്ത്രീയെ കൊണ്ട് ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ ആരാധനയ്ക്ക് കൂടി വരുന്നു. ഇത് പ്രവർത്തനം വർദ്ധിച്ചപ്പോൾ സുവിശേഷ വിരോധികൾ പറഞ്ഞു, ഇവൊക്കെയാണ് വലിയ മന്ത്രവാദിയാണ്, ഇവളെ കൊല്ലണം. അതിനുവേണ്ടി അവർ വട്ടം കൂട്ടി. ഈ സഹോദരി ഈ വാർത്ത അറിഞ്ഞിട്ട് ഒരാഴ്ചയോളം ആ സ്ത്രീ ഗോതമ്പ് വയലിനകത്താണ് താമസിച്ച്, അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി. പല പ്രാവശ്യം സുവിശേഷ വിരോധികൾ ഈ സ്ത്രീയെ രേഖയെ കൊല്ലാൻ വേണ്ടി അവരുടെ വീട്ടിൽ വന്നു. ആ സമയത്തൊന്നും ആ സഹോദരി അവിടെ ഇല്ലായിരുന്നു. ഇങ്ങനെ സഭയുടെ എണ്ണം വർദ്ധിച്ചു, ആളുകൾ കൂടി വന്നു. പക്ഷെ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനോ അവർക്ക് ദൈവവചനം പറയുവാനോ അവർക്ക് കഴിവില്ല. അവർക്ക് ഇത്രയും സാധിക്കത്തുള്ളൂ, പ്രാർത്ഥിക്കുക, ഭൂതം ബാധിച്ച വ്യക്തികൾ വിടുതൽ സൗഖ്യം പ്രാപിക്കുക, അവർ മടങ്ങിപ്പോവുക. പക്ഷെ എന്താണ് ബൈബിളെന്നോ ബൈബിളിന്റെ ഉപദേശം എന്താണെന്നോ ഇതൊന്നും പറഞ്ഞ് അവരെ ബോധിപ്പിക്കാൻ തക്കണം ഈ രേഖയ്ക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് രേഖ ഡൽഹിയിലൂടെ ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ചു, നിങ്ങൾ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണം. ആ ദേവദാസന് എന്നോട് വിഷയം പറഞ്ഞു. ആ സ്ഥലത്ത് പോയി അവിടെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ആരും അവൈലബിൾ അല്ലായിരുന്നു. കാര്യം എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്.
പാസ്റ്റർ ക്ലെമൻ എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ ആ കൂട്ടുവേലക്കാരന് മാസത്തിൽ 2 ആഴ്ച UP-യിൽ ചെലവിടാൻ ആരംഭിച്ചു. ഈ 4 സ്ഥലത്തെയും വേല പ്രോഗ്രസ് ആയി. പക്ഷെങ്കിൽ പാസ്റ്റർ ക്ലെമന്ത് UP-യിൽ പോകുമ്പോൾ ഡൽഹിയിലെ തന്റെ പ്രവർത്തനം ടേക്ക് എറിയുവാൻ തക്കണം തന്റെ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ. അത് അത്ര ശരിയായി തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ ഒരാളിനെ ആക്കാം. ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു. 4 മാസം പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഒരു സഹോദരൻ, ചെറുപ്പക്കാരൻ, ഒരു സഹോദരന്, ദീപക് എന്നറിയപ്പെടുന്ന ഒരു സഹോദരന്, ബൈബിൾ സ്കൂളൊക്കെ പഠിച്ചൊരു യുവാവ്, ഹിന്ദിയും ആ UP-യിൽ ആ ഭാഗത്ത് സംസാരിക്കുന്ന ഭോജ്പൂരിയും അറിയാവുന്ന ഒരു സഹോദരന് അവിടെ പോകാൻ തയ്യാറായിട്ട് വന്നു. ഞാൻ അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് ആ സ്ഥലത്തോട് പറഞ്ഞു വിട്ടു. പ്രതിമാസം ഒത്തിരി ഒന്നും സഹായിക്കാൻ ഒക്കത്തില്ല, കേവലം 3500 രൂപയെ ഞങ്ങൾക്ക് സഹായിക്കാൻ ഒക്കുള്ളൂ, തയ്യാറുണ്ടെങ്കിൽ പോവുക. എന്നോട് ചോദിച്ചു, ഞാൻ ബാക്കി കാര്യം എങ്ങനെ, എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഞാൻ പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആ ദൈവത്തോട് ചോദിക്കുക, ഇത്രയും ഞങ്ങൾക്ക് ചെയ്യാൻ ഒക്കുള്ളൂ. ദൈവമക്കളെ, ഇന്ന് ആ സഹോദരൻ ഞാൻ പോരുന്നതിന് മുമ്പ് എനിക്ക് ഫോൺ ലഭിച്ചു. തൻ്റെ പ്രവർത്തനം നന്നായി പോകുന്നു, പക്ഷേ ഒത്തിരി മൈലുകൾ നടക്കണം. ഗ്രാമങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ വണ്ടി സൗകര്യങ്ങൾ ഒട്ടുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര പൈസയാണ് കൊടുക്കേണ്ടത്. ഈ സൗകര്യം താമസിക്കുന്ന ഗ്രാമത്തിലെങ്ങും ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല, ബാത്റൂമോ കക്കൂസോ ഒന്നുമില്ലാത്തൊരു ഏരിയയാണ്. എല്ലാം ഓപ്പൺ എയർ ആണ്. ഞാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെയും ഈ ഫെസിലിറ്റി ഒന്നുമില്ലാഞ്ഞിട്ടും ദൈവം ഈ സഹോദരനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ആഗ്രഹമാണ് എത്രയും വേഗം അവിടെ ചർച്ച് ബിൽഡിംഗ് അവിടെ ഫോം ചെയ്യണം, ഒരു പണിയണമെന്നും, കൂടാതെ ഈ സഹോദരന് ഒരു മോട്ടോർ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ സമീപ സ്ഥലമായ ബംഗ്ലാദേശിലും ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തക്കണം ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. പല ദൈവദാസന്മാർ അതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആലോചന അറിയിക്കുകയുണ്ടായി. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രവർത്തനത്തെ വിശാലമാക്കുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഉത്തർപ്രദേശിൽ ദൈവം പല സ്ഥലത്ത് ഉണർവ് അയച്ചുകൊണ്ടിരിക്കുന്നു. സഭകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. 1-2 പേരല്ല, 100-200 പേരുകളാണ് ഓരോ ചെറിയ കൂടിവരവുകളും സംബന്ധിക്കുന്നത്. അവർക്ക് ചർച്ച് ബിൽഡിംഗ് ഇല്ല, AC ഇല്ല, ഫാൻ ഇല്ല, ഇതൊന്നുമില്ല. പക്ഷെങ്കിൽ ആളുകൾ വിടുതൽ ആഗ്രഹിച്ചുകൊണ്ട് ദൈവവചനം കേൾക്കാൻ വേണ്ടി കൂടി വന്നുകൊണ്ടേയിരിക്കുന്നു. യാതൊരു തിയോളജിക്കൽ ഡിഗ്രി ഇല്ലാത്ത, വേദ അഭ്യാസം ഒട്ടുമില്ലാത്ത വ്യക്തികളെയാണ് ദൈവം ഈ സ്ഥലങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, കർത്താവ് പറഞ്ഞു, ഈ വ്യക്തികൾ ആർത്ത് വിളിക്കുന്നില്ല എങ്കിൽ കല്ലുകളെ കൊണ്ട് ആർത്ത് വിളിപ്പിക്കുവാൻ തക്കണം നമ്മുടെ ദൈവത്തിന് സാധിക്കും. ഒത്തിരി വേദജ്ഞാനമുള്ള നമ്മൾ കൈയും കെട്ടിയിരുന്നാൽ ദൈവം വേറെ ആൾക്കാരെ തിരഞ്ഞെടുക്കും. അതാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്ന അനേകരിവിടെ ഉണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ നന്ദി കരയറ്റുന്നു. ദൈവം നിങ്ങളെ ധാരാളമായ പ്രതിഫലം നൽകി മാനിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിത്യതയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വിചാരിക്കാറുണ്ട്, കർത്താവ്, കഴിഞ്ഞ ദിവസം എൻ്റെ ജ്യേഷ്ഠ സഹോദരനോട് ഞാൻ ഇങ്ങനെ പറയുണ്ടായി, എന്നെ ഈ ഇവിടെ കിടന്ന് വട്ടം കറങ്ങാതെ ദൈവം വടക്കേണ്ടി കൊണ്ടുപോയത് ഒത്തിരി നന്നായി. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. ദൈവത്തോടൊന്നും ഇന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. അതിന് അവസരം ഒരുക്കാതെ ദൈവം എന്നെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കണം ദൈവം എന്നെ തിരഞ്ഞെടുത്ത് അവിടെ അയച്ചതിൽ എനിക്ക് ദൈവത്തോട് നന്ദിയുണ്ട്. പക്ഷേ ഇത് ഞാൻ ഒത്തിരി വില കൊടുത്തു. നിങ്ങൾക്കറിയാവുന്ന പോലെ 10 വർഷം മുമ്പ് ഞാനിവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളും കേരളത്തിലും മംഗലാപുരത്തും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലില്ലി തന്നെയുള്ളൂ വീട്ടിൽ. രാവിലെ കൃത്യമായിട്ട് ഓഫീസിൽ ചെല്ലണം. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിലാണ് ഞാൻ തീരുമാനമെടുത്ത് ഞാൻ വടക്കണ്ടിയിൽ ദീപാവലിക്ക് വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ഞങ്ങളും ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷെങ്കിൽ അന്ന് കൊടുത്ത വിലയ്ക്കെല്ലാം ദൈവം ഇപ്പോൾ മറുപടി തന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഞാൻ തൃപ്തനാണ്. എനിക്കുള്ള ആരോഗ്യത്തിനനുസരിച്ച്, അവസരം ലഭിക്കുന്നതനുസരിച്ച് എല്ലാ ദിവസവും കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തക്കണം ദൈവം അവസരം തരുന്നു. അത് ദൈവത്തിന് വലിയ കൃപയായിട്ട് ഞാൻ കാണുന്നു. വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരു വേദഭാഗം നോക്കാം.
യെശയ്യാപ്രവചനം 43 അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. അതിന് 18 19 വാക്യം ആദ്യം ഒന്ന് വായിക്കാമോ? യെശയ്യാവ് 43 18 19. യെസ്, ഇനിയും എൻ്റെ ആരംഭത്തിലെ 2ഉം 3ഉം വാക്യങ്ങൾ കൂടെ ഒന്ന് നോക്കിയാട്ടോ. ബസ്, താങ്ക് യു. ഇവിടെ യെശയ്യാ പ്രവാചകന് കർത്താവിന് ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് 700 വർഷങ്ങൾക്ക് മുൻപ് അരുളി ചെയ്തൊരു പ്രവചനമാണ്. എന്താ അവിടെ നമ്മൾ ആദ്യം വായിച്ചത്? മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. കാരണം എന്താണ്? ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുകയാണ്. അതെന്നാ? ഒരു 10 വർഷത്തിന് ശേഷമല്ല, അത് ഇപ്പോൾ ഉത്ഭവിക്കും. യെസ്, കഥ ചോദിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകങ്ങളോട് ചോദിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? പണ്ടുള്ളവയെക്കുറിച്ച് നിങ്ങൾ ഇനി ഓർക്കേണ്ട, അതിനെക്കുറിച്ച് നിരൂപിക്കുകയും വേണ്ട. ഞാൻ പുതുത് ചെയ്യാൻ പോകുകയാണ്. ദൈവമക്കളെ, ഇത് യഹൂദ ജനത്തോട് പറയുന്ന ആലോചനയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട, ഇത് നമുക്കും ആപേക്ഷികമാണ്. ഇറ്റ്സ് ആപ്ലിക്കബിൾ. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ പുതിയ നന്മ കാണാൻ സാധിക്കാത്തതിന് കാരണം എന്താണെന്ന് അറിയാമോ? പണ്ടുള്ള പരാജയങ്ങളെക്കുറിച്ചും പണ്ട് നടന്നതിനെക്കുറിച്ചും പണ്ടുള്ളത്തെ വിഷമങ്ങളെക്കുറിച്ചും എപ്പോഴും നമ്മുടെ തല മുഴുവൻ ആ പഴയ കാര്യങ്ങൾ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്. അത് കാരണമായിട്ട് ദൈവം ചെയ്ത പുതിയ കാര്യങ്ങൾ കാണുവാനൊക്കെ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം പറയാണ്, നിങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് മതിയാക്കുക. എന്തുകൊണ്ടെന്നാൽ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇപ്പോഴും നമ്മൾ പഴയ കാര്യങ്ങൾ, ഈ യഹൂദജനം ഇപ്പോഴും മനസ്സുകൊണ്ട് അവരിപ്പോഴും ഫറവോന്റെ അടിമത്തത്തിലാണ്. ആ അടിമത്തത്തിൽ ദൈവം വിടുവിച്ച് 1700 വർഷം കഴിഞ്ഞു. എന്നിട്ടും അവർ ചിന്താഗതിയിൽ മുഴുവനും ആ മിസ്രൈമിലെ അനുഭവങ്ങൾ, ആ കഷ്ടതകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ദൈവമക്കളെ, ഈ ലോകത്ത് താമസിക്കുന്ന ജീവിക്കുന്ന ഒരൊറ്റ വ്യക്തിക്ക് പോലും പ്രശ്നങ്ങളില്ലാത്തവരില്ല. ഇന്നലെ ഞാൻ വൈകിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് എൻ്റെ ഒരു സഹോദരി, എൻ്റെ ഒരു പെങ്ങളാണ് അവളെ കാണാൻ വേണ്ടി പോയി. കേവലം 10 30 35 വയസ്സ് കാണും. ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലാണ് ആ കൊച്ച്. 3 കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് മാത്രമല്ല ലോകത്തിൽ പ്രശ്നങ്ങളുള്ളത്. പക്ഷെങ്കിൽ അവർക്കില്ലാത്തൊരു സംഗതി നമുക്കുള്ളത്, നമ്മുടെ കൂടെ ദൈവമുണ്ടെന്നുള്ളതാണ്. കർത്താവിലേക്ക് വന്നതുകൂടി ഞാൻ പ്രശ്നമെല്ലാം തീർന്ന് ഒരു ബാധയുമില്ലാതെ 2 നില വീടും പുതിയ കാറും എല്ലാം ശ്രമിച്ച് സമൃദ്ധിയായിട്ട് ജീവിക്കുന്ന ആരും സ്വപ്നം കാണേണ്ട. ദൈവം തന്നെങ്കിലും വാങ്ങിച്ചോളൂ. ഈ ലോകത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും കഷ്ടങ്ങളുണ്ട്. സഹോദരന്മാർ ഒറ്റപ്പെടുത്തലുകൾ സഹിച്ചിട്ടുള്ളവരാണ്. മുറിപ്പെടുത്തലുകൾ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? പുതിയ നന്മ ദൈവം തരുമ്പോൾ അതിന്റെ മാധുര്യം നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നത്. ഈ സഭയുടെ പഴയ ചരിത്രം നോക്കുമ്പോൾ അന്ന് വിശ്വാസികളായിരുന്നവരെല്ലാം കഷ്ടതയിൽ കൂടി പോയിട്ടുള്ളവരാണ്. തിരുവല്ല എന്നുള്ള ദേവദാസി വിട്ടിരിപ്പുണ്ട്. അവർക്കറിയാം എത്രമാത്രം സ്ട്രഗിൾസ്, എത്രമാത്രം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നന്മയെല്ലാം അനുഭവിക്കാൻ നമ്മൾ വിചാരിക്കുന്നുണ്ടോ അന്ന് ഉണ്ടായിരുന്ന വിശ്വാസത്തിലേക്കാളും ഞങ്ങൾ വിശുദ്ധരി കൂടുതൽ കൊണ്ടാണ് ഈ നന്മയൊക്കെ നമുക്ക് ലഭിക്കുന്നതെന്ന്? ഒരിക്കലുമല്ല. ദൈവമക്കളെ,
അന്ന് ലഭിച്ചപ്പോഴും അവൻ കഷ്ടത ലഭിച്ചപ്പോഴും അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ആയാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ പണ്ടുള്ളവയെക്കുറിച്ച് വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ട് നിന്റെ സഹോദരൻ നിന്നെ ഒറ്റപ്പെടുത്തിയതും നിന്നെ ചീത്ത വിളിച്ചതും നിനക്ക് വഴിയടച്ചതും നിന്നെ നന്മ ഇല്ലാതാക്കിയതും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ God is going to do something fresh. അത് വിശ്വസിക്കൂ. ദൈവം എനിക്ക് വേണ്ടി ചിലത് നന്മ പുതിയത് പഴയതല്ല ദൈവം ചെയ്യാൻ പോകുന്നത്. He is going to do something new. ദൈവം ചില നന്മ പുതിയ നന്മ ഞാൻ ചെയ്യാൻ പോകുന്നു. ദൈവമക്കളെ, ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. ആർക്കെങ്കിലും കൊടുത്ത് മിച്ചം വന്ന് അവർക്ക് വേണ്ടാത്ത നന്മയല്ല ദൈവം നിനക്ക് തരാൻ പോകുന്നത്. ഏറ്റവും പുതിയതാണ് ദൈവം നമുക്ക് വേണ്ടി തരാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. സമയം പോകുന്നല്ലോ. എന്നാൽ ഇനി ചില കാരണങ്ങളുണ്ട്, ചില കടമ്പകളുണ്ട്. ഇനി രണ്ടാം 3 വാക്യങ്ങൾ നോക്കിയേ. യെസ്, നോക്കുക. ഈ പുതിയ കാര്യം ചെയ്യാൻ പോകുന്ന വ്യക്തിയോട് പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടെ കടക്കും. യെസ്, അങ്ങനെ കടക്കുമ്പോൾ എന്തു ചെയ്യണം? വായിക്കൂഞ്ഞേ. ദൈവത്തിന്റെ അഷുറൻസ് ആണ്, ദൈവത്തിന്റെ ഉറപ്പ് തരികയാണ്, നീ വെള്ളത്തിൽ കൂടെ കടക്കും. എടാ, നീ ദൈവമേ, നീ എനിക്ക് പുതിയ കാര്യം ചെയ്യാൻ പോണം, പിന്നെ എന്തിനാ എന്നെ വെള്ളത്തിലിടുന്നത്? ദൈവം പറയുന്നു, അവിടെ എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്. ഓക്കെ, വെള്ളത്തിൽ കൂടെ കടന്നുകൊണ്ട് നിന്നോ പരിപാടി. പിന്നെന്തുവാ? പിന്നെ ഡിഗ്രി കൂടുകയാണ്. വെള്ളം കൊണ്ട് തീർന്നില്ല. പിന്നെന്തുവാണ്? നദിയാണ്. ദൈവമേ, ഇത്രയും നാൾ ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നമാണോ, അതിലും വലുതാണോ ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്നത്? ദൈവം പറഞ്ഞു, ആന്നു. നീ ഇത്രയും നാളും വെള്ളമേ കണ്ടുള്ളൂ, ഇനി നിന്നെ നദികളിലിടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മൾ തയ്യാറില്ല. പക്ഷെ നമുക്ക് പുതിയ കാര്യം വേണം. പക്ഷെ നദിയിൽ കൂടെ കിടക്കാൻ നമുക്ക് തയ്യാറില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊണ്ട് നിന്നോ? ആഹാ, വെള്ളം കൊണ്ട് ഓർത്തപ്പോ, വെള്ളത്തിൽ കിടന്നപ്പോൾ ഓർത്തു, അയ്യോ പരിപാടി കഴിഞ്ഞു, ഞാൻ ഇനി എല്ലാം എനിക്ക് സമൃദ്ധിയായി തീരാൻ പോവുകയാണെന്നോ? ദൈവം പറഞ്ഞല്ല, വെള്ളത്തിലെ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ, ഇനി എന്തോ വരാൻ പോകുന്നു? തീയാണ്. വെള്ളത്തിൽ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാമായിരുന്നു, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാമായിരുന്നു. ഇപ്പോൾ അതിലും കട്ടികൂടിയ തീയിലേക്കാണ് ദൈവം നമ്മളെ ഇടാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. സഹോദര, ഈ ഇത്തരം കാര്യം പറയാ, വല്ല സമൃദ്ധിയുടെ നന്മയുടെ ഒക്കെ കാര്യം പറ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സ്തോത്രം പറയാം. വെള്ളത്തിൽ കൂടെ പോകുന്ന കാര്യവും തീ കൂടെ പോകുന്ന കാര്യം പറയാം. വേറെ ഒന്നുമില്ല ബൈബിളിൽ പറയാന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലേലും അനുഭവമാണിത്. അനേക ഭക്തന്മാരുടെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ വീട്ടിൽ വന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ച പുള്ളി പറഞ്ഞു, ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഇതാണ്: ഓരോ പ്രാവശ്യവും ഓരോ പ്രശ്നത്തിന്റെ നടുവിൽ കൂടെ പോകുമ്പോഴും അത് കഴിയുമ്പോൾ ഒരു പുതിയൊരു അധ്യായം, പുതിയൊരു ലേഖനം ഞാൻ തയ്യാറാക്കും, അത് പ്രസിദ്ധീകരിക്കും. ഇപ്പോഴാണ്ട് 68 ലേഖനങ്ങളോ മറ്റോ ട്രാക്റ്റോ മറ്റോ അദ്ദേഹം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. ദൈവമക്കളെ, നമ്മൾ തീയിലിടുമ്പോൾ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട് നമ്മൾ കൂടെ. സഭയെ വരാതിരിക്കാനോ കൂട്ടായ്മ കട്ട് ചെയ്യാനൊന്നുമല്ല. അതിലൂടെ ദൈവത്തിന്റെ മാധുര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം ആ അവസ്ഥയിൽ നമ്മളെ അനുവദിച്ച് തരുന്നത്. നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ ആ ചന്ദ്രക് മേശക് ഭേദനവും അവരെക്കാളും വിശുദ്ധി കൂടിയത് കൊണ്ടാണ് നമുക്ക് ആ അനുഭവം ഇപ്പൊ ഇല്ലാത്തെന്ന്? നോ. ദൈവം അവർക്ക് അനുവദിച്ചെങ്കിൽ ഇത് നമുക്കുമുള്ള അവകാശമാണ്, അത് മറന്നു കളയണ്ട. ഓക്കെ, തീയിലിട്ടും അവിടെ കൊണ്ട് നിന്നോ. വാട്ട് ഈസ് നെക്സ്റ്റ്? എന്താ അടുത്തത്? ആഹാ, തീ ഓർത്തപ്പം തീ കൊണ്ട് തീർന്നെന്നാ വിചാരിച്ചു. ദൈവം പറയുന്ന അല്ല, അഗ്നി ജ്വാലയാണ്. ഒരു നിമിഷം കൊണ്ട് നമ്മളെ കൺസ്യൂം ചെയ്യുന്ന, നമ്മളെ ദഹിപ്പിക്കുന്ന അഗ്നിജാലയിലേക്കാണ് പ്രൊമോഷൻ. പ്രൈസ് ദി ലോർഡ്. വെള്ളത്തിന്റെ അവസ്ഥ കഴിഞ്ഞു, അവിടുന്ന് പ്രൊമോട്ട് ചെയ്തത് നദികളിലെടുത്തിട്ടു, അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടിയത് എവിടെട്ടാ? തീയിലോട്ട്. അവിടെ നിന്നില്ല, വീണ്ടും അടുത്ത പ്രൊമോഷൻ അഗ്നിയാല. ചന്ദ്രക് മേശക് ഭേദനവും കടന്നുപോയ അതേ അഗ്നിജ്വാല. പ്രൈസ് ദി ലോർഡ്.
ഇതൊക്കെ അഭിമുഖീകരിച്ച് ദൈവത്തോട് കൂടുന്ന ഭക്തന് വേണ്ടി ദൈവം പറയുന്നു, നീ കഴിഞ്ഞ കാലങ്ങളിലെ ഈ തീയിൽ കൂടി പോയ കാര്യങ്ങളും വെള്ളത്തെ വീണ കാര്യങ്ങളും അന്നത്തെ വേദനകളും മറ്റുള്ളവർ കൂട്ടസഹോദരൻ നിന്നെ മുറിപ്പെടുത്തിയതും കുത്തുസാക്ഷി പറഞ്ഞതും ഇതെല്ലാം മറന്നേര്. ഇതെല്ലാം നിന്നെ ഞാൻ അനുഭവിച്ചത് വിട്ടത് കടത്തിവിട്ടതും ഞാൻ നിന്റെ ദൈവമാണ് നിന്നെ ബോധ്യപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ്. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എല്ലായിടത്തും കയ്യടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. പള്ളുപറച്ചിലുണ്ടാകും, ഒറ്റപ്പെടുത്തലുകൾ ഞാൻ ഒത്തിരി അനുഭവിച്ച വ്യക്തിയാണ്. വേറെ ആരുമില്ല, RSSകാർ ചെയ്യുന്ന കൂടുതൽ ദ്രോഹങ്ങൾ നമ്മുടെ വിശ്വാസി പെന്തിക്കോസ്തുകാർ ചെയ്യും. ഞാൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഇതെല്ലാം എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് പുറകോട്ട് മാറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. അത് കാരണമായിട്ട് എനിക്ക് ദൈവത്തിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ സാധിക്കും. ഇത്രയും ഒരു ഇന്റർനാഷണൽ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു. എന്റെ കഴിവുകൊണ്ടല്ല, എനിക്ക് വലിയ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എങ്കിൽ പോലും യാതൊരു യോഗ്യതയുമില്ലാത്ത എന്നെ ദൈവം സഹായിക്കുന്നു. അവിടെ നിർത്തിയത് കഴിഞ്ഞ 10 വർഷക്കാലം ഞാനും കുടുംബവുമായിട്ട് അഭിമുഖീകരിച്ച പ്രതിസന്ധികൾ എത്രമാത്രമാണെന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ദൈവം വിശ്വസനാണ്. എനിക്ക് വലിയ ബാങ്ക് ബാലൻസ് ഇല്ല, പക്ഷെ ഞാൻ ദൈവത്തിന് തൃപ്തനാണ്. എന്റെ ഒരു ആവശ്യവും ദൈവം നോ പറഞ്ഞിട്ടില്ല. ന്യായമായ ആവശ്യങ്ങളൊക്കെയും ദൈവം നിറവേറ്റിത്തരും. ഇന്ന് എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. ദൈവമക്കളെ, എന്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിഷമങ്ങൾ നിമിത്തമായിട്ട്, പ്രശ്നങ്ങൾ നിമിത്തമായിട്ട് ആരെങ്കിലും സഹികെട്ട് എന്നെ ശ്രദ്ധിക്കുന്ന ഓർത്തിരിക്കുക. ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് ന്യൂ ഫോർ യു. ദൈവം നിനക്ക് വേണ്ടി ചില പുതിയ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ചരിത്രം തിരുത്തിയിടുവാൻ ദൈവത്തിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം പുതുത് ചെയ്യുമ്പോൾ, പുതിയതിന്റെ അർത്ഥം എന്തുവാ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ഷർട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഷർട്ടല്ല, പുതിയതൊന്നും, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ഒന്ന്, ഇതുവരെ നീ പോയിട്ടില്ലാത്ത പാതകള്, പുതിയ നന്മ, അത് ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഇതെന്റെ അവകാശമാണ്. ദൈവമക്കളെ, ഇത് ക്ലെയിം ചെയ്യണം. നമ്മൾ ടിവിയുടെ മുമ്പിലും സമയം കളയാതെ ദൈവത്തിൽ പ്രാർത്ഥിക്കുക. ദൈവമേ, നിന്റെ വായനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതെന്റെ അവകാശമാണ്. ഇറ്റ് ഇസ് മൈ റൈറ്റ്. നിന്റെ വായനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് ചെയ്തേ ഒക്കുള്ളൂ. കാര്യം, മക്കൾക്ക് പിതാവിന്റെ സന്നിധിയിൽ ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ അങ്ങ് പ്രാപിക്കാം. ഈ നാട്, ഈ ഭാരതം, ഇവിടെയുള്ളവർക്ക് അത്രയും എന്റെ എഫക്റ്റ് മനസ്സിലാക്കുന്നില്ല. ഭയങ്കരമായ പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ദൈവമക്കളെ ഓർത്തിരിക്കുക, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല. ദിവസം തോറും അനേകര് കൊല്ലപ്പെടുന്നു. 2 രാജ്യങ്ങൾ ടെൻഷന്റെ അങ്ങേയറ്റം നിൽക്കുകയാണ്. ഒരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിൽ അണുവായുധം പ്രയോഗിക്കും. ആ അണുവായുധം പ്രയോഗിച്ചാൽ ലാഹോറിൽ നിന്ന് ഒരു ബോംബ് തൊടുത്തുവിട്ടാൽ അത് ഡൽഹിയിൽ അവസാനിക്കും. അത്രയ്ക്ക് പവർഫുൾ വെപ്പൺസ് 2 കൂട്ടരുടെയും കയ്യിലുണ്ട്. അയാൾ സഭയുടെ എടുക്കപ്പെടാനുള്ള സമയം വളരെ അടുത്തിരിക്കുകയാണ്. അയാൾ നമുക്ക് തയ്യാറാകാം. ദൈവം പുതുന്ന് ചെയ്യുന്നു. നിന്റെ തലമുറയ്ക്കും നിനക്കും അനുഭവിക്കാനുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് നീ കടന്നുപോയ പാതകളെക്കുറിച്ചുള്ള വിഷമങ്ങളോ ഭാരങ്ങളോ ഇത് ഓർത്ത് നീ അതെല്ലാം ഇന്ന് നിന്റെ മനസ്സിലെ തലച്ചോറിലുള്ളതായ എല്ലാം കമ്പ്യൂട്ടർ ഭാഷ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ പുതിയതൊന്ന് അവിടെ ദൈവത്തിന് ഫീഡ് ചെയ്യാനൊക്കത്തുള്ളൂ. ആയാൽ നമ്മുടെ കഴിഞ്ഞ പരാജയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, വേദനകൾ, വെള്ളത്തിൽ കുടിപ്പോയ അനുഭവങ്ങൾ, തീയിൽ കുടിപ്പോയ അനുഭവങ്ങൾ എല്ലാം മാറ്റിക്കളയുക. ദൈവം പുതുതൊന്ന് ചെയ്യാൻ പോകുന്നു. ആ പുതിയ നന്മ പ്രാപിപ്പാൻ തക്കണം നമുക്ക് തയ്യാറാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകണം.